ഹലോ, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. ഇതിനു വേണ്ടി ഏകദേശം 200 ഗ്രാം പൈനാപ്പിളാണ് എടുത്തു വച്ചിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കുക. അതിൽ നിന്ന് കുറച്ച് ഗ്രൈൻഡ് ചെയ്യുവാൻ മാറ്റിയെടുക്കുക. അരിഞ്ഞ പൈനാപ്പിളിലേക്ക് 3 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വേവിക്കുക. നമ്മൾ അരപ്പിനായി എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ്. അതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ചെറിയ ഉള്ളി, ചെറിയ ജീരകം കുറച്ച് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി അരച്ചു വെക്കുക. ഈ വേവിച്ച പൈനാപ്പിളിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അത് പൈനാപ്പിളിലേക്ക് ചേർക്കുക. അതിലേക്ക് ശർക്കര ചീവിയെടുത്തതും ചേർക്കുക. ശർക്കര ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൽ പഞ്ചസാരയാണെങ്കിലും നമുക്ക് ചേർക്കാം. ഞാൻ ഇവിടെ ശർക്കരയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി തിള വന്നു കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ചൂട് കുറച്ചാറിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് ഇളക്കി വാങ്ങി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചെറിയ ബൗളിൽ കടുക് വറുത്ത് ഇടണം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് 2-3 ഉലുവയും കുറച്ച് കടുകും ഇട്ടതിന് ശേഷം ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് അരപ്പിലേക്ക് ചേർക്കുക. അപ്പോൾ ഇവിടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി.